വിശ്വാസികൾ പല സ്ഥലത്തും ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ളവരെ ദൈവം ഏറ്റവും കൂടുതൽ പരീക്ഷിക്കുമെന്നും അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കുമെന്നും പാപിയെ പന പോലെ വളർത്തുമെന്നൊക്കെ പറയുന്നത് എല്ലാ മതങ്ങളിലും ഏകദേശം ഈ രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കാണും. ശരിക്കും അതിന്റെ ലോജിക്ക് എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ദൈവത്തെ ഊരിയെടുത്ത് രക്ഷിക്കാനുള്ള ഒരു പരിപാടിയാണ് അത് നമുക്ക് ഇങ്ങനെ ആലോചിച്ച് മനസ്സിലാവും. അതായത് ഒരു മനുഷ്യന് സുഖ സൗകര്യങ്ങളും സമ്പൽ സമൃദ്ധിയും സന്തോഷവും സമാധാനവും ഒക്കെ ഉള്ള സമയത്ത് അവൻ ദൈവത്തെക്കുറിച്ച് എന്താണ് ആലോചിക്കുക? പൊതുവെ സുഖസൗകര്യമുള്ള സന്തോഷമുള്ള സമയത്ത് ആളുകൾ ദൈവത്തെക്കുറിച്ച് ആലോചിക്കുന്നത് വളരെ കുറവായിരിക്കും. ഇനിയിപ്പോൾ ഒരു ഹാർഡ് കോർ വിശ്വാസി അങ്ങനെ ചെയ്തെന്ന് വിചാരിക്കുക. അവൻ ആലോചിക്കുന്നത് ഇങ്ങനെയായിരിക്കും: ദൈവത്തിന് എന്നെ ഇഷ്ടമാണ്, എൻ്റെ പ്രാർത്ഥനയെല്ലാം കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് സുഖവും സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും എല്ലാം തന്നു, അതുകൊണ്ട് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞേക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ വേണമെങ്കിൽ കൊടിമരം ദാനം ചെയ്യും, വാതിൽപ്പാടിയിൽ സ്വർണം പൂശുന്നുണ്ടാവും, പള്ളി പണിത് കൊടുക്കുന്നുണ്ടാവും, പള്ളിക്ക് സ്ഥലം കൊടുക്കുന്നുണ്ടാവും, ഇതെല്ലാം ചെയ്യും. പക്ഷെ ഇതേ വിശ്വാസിക്ക് ഒരു ബുദ്ധിമുട്ടും കഷ്ടകാലം വരുമ്പോൾ അവൻ ദൈവത്തെ ആലോചിക്കുന്നത് എങ്ങനെയായിരിക്കും? അതൊരു വിമർശന ബുദ്ധിയോട് കൂടിയായിരിക്കും ആ സമയത്ത് ആലോചിക്കുക. അപ്പോൾ ആലോചിക്കുന്നത് ഈ രീതിയിലായിരിക്കും: എന്തുകൊണ്ടാണ് ഞാൻ ദൈവം പറഞ്ഞ എല്ലാ കാര്യങ്ങൾ ചെയ്തിട്ടും എൻ്റെ ആവശ്യങ്ങൾ ദൈവം നിറവേറ്റി തരാത്തത്? എന്നെ ദൈവത്തിന് ഇഷ്ടമില്ലേ? ഇങ്ങനത്തുള്ള വിമർശന ചിന്ത ചെന്ന് അവസാനം എത്തുന്നത് എവിടെയായിരിക്കും എന്ന് പറഞ്ഞാൽ, എന്താണ് ഇതിൻ്റെ ഒരു സത്യം എന്ന രീതിയിൽ അവൻ ചിന്തിച്ച് തുടങ്ങും. അത് അവനൊരു അവിശ്വാസിയാക്കി മാറ്റും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ആദ്യമേ തന്നെയുള്ള ഈ ബ്രെയിൻ വാഷിംഗ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ വിശ്വാസികൾ ലോജിക്ക് ഓഫാക്കി വെച്ചിട്ടുണ്ട്, അവർക്കിത് മനസ്സിലാക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ അയറണി എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ പറയുന്ന ആളുകൾ, ഈ വിശ്വാസികൾ, അതായത് ദൈവം നിങ്ങളെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുമെന്ന് പറയുന്ന ആളുകൾ, അതുപോലെ സാധാരണ വിശ്വാസിയാവട്ടെ, ഏത് മതത്തിൻ്റെ പുരോഹിതനാവട്ടെ, ഉസ്താദോ പള്ളിയിലച്ഛനോ പൂജാരിയോ, അവരൊരു ഇൻഫ്ലുവൻഷ്യൽ പൊസിഷനിൽ, ഒരു പവർഫുൾ പൊസിഷനിൽ ഇരിക്കുന്ന ആളാണെന്ന് വിചാരിക്കാം. അവരുടെ ആ പൊസിഷൻ്റെ ഇൻഫ്ലുവൻസും പവറും അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾക്ക് സുഖസൗകര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ചെയ്തു കൊടുക്കാനാണ് അവർ ഉപയോഗിക്കുക. അല്ലാതെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്ക് ബുദ്ധിമുട്ടും പരീക്ഷണവും കൊടുക്കാനല്ല അവർ ഉപയോഗിക്കുക. അവിടെ അവർക്ക് ദൈവത്തിന്റെ ലോജിക്ക് വേണ്ട, സാധാരണ മനുഷ്യരുടെ ലോജിക്ക് മതി.